മോളെ ജിയ, നിനക്ക് പേടിയുണ്ടോ? ഉണ്ട്. നീ പേടിക്കണം. നീ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. നീ വോക്ക് ചെയ്യുമ്പോൾ എങ്ങനെ നീ സ്ലിപ്പായ നിന്റെ മുന്നിലുള്ള രണ്ട് പല്ല്. നിർത്തിക്കേ, ഇതെന്ത് കഷ്ടമാ. അല്ല, ഞാൻ പറയുന്നതിലും കാര്യമുണ്ട്. എത്രയോ പേർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ നിനക്ക്? ഇതിന്റെ ഓണർ ഇവിടെ എങ്ങാനുണ്ട്, ഇതിനെ ഒന്ന് വിളിച്ചോണ്ട് പോ. ചേച്ചി, ചേച്ചി ചേച്ചി ഇതിനെ ഒന്ന് വിളിച്ചോണ്ട് പോ. എന്നെ വെറുതെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കുക. ഞാൻ വരില്ല. ഞാൻ വരില്ലെന്നല്ലേ പറഞ്ഞത്? നീയും മനസ്സിലാക്ക്, നിന്നെ ഞാൻ എങ്ങനെ സഹിക്കുന്നേ എന്ന്. ജിയ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, നിന്നെ എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞത് ഞാനാണെന്ന്. അതിൽ ഞാനിപ്പോ ഖേദിക്കുന്നു. ഇനിയും സമയമുണ്ട്, കല്യാണം ഒന്നും കഴിഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം. ആന്റി, ഞാൻ പോകുവാ. എനിക്ക് നിന്നെ ഒന്നും വേണ്ട. ഞാൻ പോയി കഴിഞ്ഞാൽ എന്നെ തിരിച്ചു വിളിച്ചേക്കില്ല. അയ്യടാ, ഞാനൊന്നും വിളിക്കില്ല. ഓക്കെ, ശരി, ഞാൻ പോകുവാ. ചേച്ചി പോകുന്നു. എനിക്കെന്താ ഇവരെന്താ എന്നെ വിളിക്കാത്തത്? ഇവർക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. 2-3 സ്റ്റെപ്പ് കൂടി മുന്നിലോട്ട് നടന്നു നോക്കാം. വിളിക്കുന്നതായിരിക്കും. തിരിഞ്ഞു നോക്കാം. ഓഹോ, ഞാൻ പോയാൽ ഇവൾക്കൊരു കുഴപ്പമല്ല അല്ലേ? നീയോ? ഞാൻ പോയാലും നീ ഹാപ്പിയാണല്ലേ? നിനക്ക് ഒരു വിഷമവും ഇല്ല അല്ലേ? ഞാൻ വെറുതെ നിന്റെ പുറകെ ഇങ്ങനെ വരുന്നതാ. ഞാൻ നിന്നോട് കാണിക്കുന്നതിന്റെ ഒരു അംശം പോലും നിനക്ക് എന്നോട് തിരിച്ചില്ല. എന്ന് കരുതി നിന്നെ ഞാൻ വെറുതെ വിടുമെന്നൊന്നും നീ വിചാരിക്കണ്ടേ. ഞാൻ നിന്നെയും കൊണ്ടേ പോകൂ. എന്തിനാ ചിരിക്കുന്നത്? ഫ്ലൈങ് കിസ് അല്ലാതെ ലിപ്പിൽ തന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ജിയ അതെ നിന്നെ വിളിക്കുന്നു. ദേവൻ ഇതുവരെ വന്നില്ലല്ലോ. അവൻ വന്നോളും, നീ ചെല്ല്. എന്നാലും ഇത് നിന്റെ വലിയ അംബീഷനാ, ചെല്ലുന്നേ. ജുവാനെ, നീ ഇതെവിടായിരുന്നു? കാറ് പണി തന്നു അതാ. എന്നാ നിനക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? അല്ലെങ്കിൽ തന്നെ ഇവിടെ ജിയോയും ജൂണും ഉണ്ടായിരുന്നല്ലോ. അവരെയാണേലും വിളിക്കായിരുന്നല്ലോ നിനക്ക്. കാറ് പെട്ടെന്ന് റിപ്പയർ ചെയ്ത് തരാമെന്ന് പുള്ളി പറഞ്ഞത് കൊണ്ടാ ഞാൻ വിളിക്കാത്തെ. എന്നിട്ട് ഇതുവരെ കാറ് നന്നാക്കിയില്ല. ഞാനിപ്പോ ഒരു ടാക്സി വിളിച്ചാ വന്നത്. ആരാ വിന്നർ? വേറെ ആര്? നിന്റെ ജിയ തന്നെ. എന്നിട്ട് അവളെവിടെ? ഡ്രസ്സിംഗ് റൂമിൽ കാണും. ഓക്കെ. ജിയ, കൺഗ്രാറ്റ്സ് ജിയ. ഇതെന്താ ദേവി, കൺഗ്രാറ്റ്സ് മാത്രമേ ഉള്ളൂ? അല്ലല്ലോ, ജിയക്കുള്ളത് ഞാൻ പേഴ്സണൽ ആയിട്ട് കൊടുത്തോളാം. ശരി ശരി, ഞങ്ങൾ അങ്ങ് പോയേക്കുവാണേ. ജിയ, എന്താ ശബ്ദത്തിന് ഇത്ര കന എന്താ? അറിയില്ല എന്താന്ന്. സോറി ജിയ, കാറ് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടാ. ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നാൽ ജുവാനിച്ചായ വരായിരുന്നല്ലോ. വിളിച്ചു കൂടി ഇല്ലല്ലോ. എന്നിട്ട് പെട്ടെന്ന് ശരിയാകുമെന്ന് ഓർത്തത് കൊണ്ടല്ലേ. മാറ് നിന്നേ. കാറ് ശരിയാവുന്നില്ല, സമയം പോകുന്നുണ്ടെന്ന് മനസ്സിലായപ്പോ ഒരു ടാക്സി വിളിച്ച് വരായിരുന്നല്ലോ. ടാക്സി വിളിച്ചാ ഞാൻ വന്നത്.
ഇപ്പോഴാണോ വരാൻ നേരം കിട്ടിയത്? വൈകുന്നുണ്ടെന്ന് കണ്ടപ്പോ നേരത്തെ ടാക്സി വിളിച്ചു വരാറുന്നില്ലേ? നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ ചെയ്യാ, ഞാനിങ്ങ് വന്നില്ലേ? എല്ലാം കഴിഞ്ഞപ്പോഴല്ലേ വന്നത്? ഈ ഒരു അവസരത്തിൽ എനിക്ക് ടീമിന്റെ പ്രസൻസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. ജിയ സോറി സോറി. എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ സോറി ഒന്നും. ജിയ എടാ എല്ലാം സെറ്റ് അല്ലേ? അതെ, പക്ഷെ ഗേൾസ് ആരും വന്നില്ലല്ലോ. ആ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ, നിങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിയില്ലേ? ഇല്ല, ഇവിടെ ജിയ വരുന്നില്ലെന്ന് പറഞ്ഞിരിക്കുക. അതെന്നാ വരുന്നില്ലെന്ന് പറയുന്നത്? അതിന്ന് കോമ്പറ്റീഷൻ നടന്നപ്പോൾ തേവൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അത് തന്നെയാ കാരണം. നിങ്ങൾ 3 പേരും ജിയ അങ്ങോട്ട് വരുമ്പോൾ അവന്റെ കൂടെ ഇങ്ങ് പോര്. ജിയ തെവിന്റെ കൂടെ വന്നോളൂ. ശരി. എടാ, ജിയ വരുന്നില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. നീ അങ്ങ് ചെന്ന് പ്രോബ്ലം സോൾവ് ആക്കിയിട്ട് ഇങ്ങ് കൂട്ടിക്കൊണ്ട് വാ. പോകുമ്പോൾ ജിയെ കൂടെ വിളിച്ചോ, അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ആ, ജിയ, നീ ഇങ്ങനെ വാശി പിടിക്കരുത് കേട്ടോ. ഇത് നിനക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്ന പാർട്ടിയാ. അപ്പൊ പിന്നെ നീ വരാതിരുന്നാൽ എങ്ങനെയാ? ചേച്ചി, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? ദേവി എന്റെ കൂടെ ആ സമയത്ത് വേണമെന്ന് തോന്നി. ദേവിക്ക് വരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പോയി നോക്കാം. എന്തായി, വരാമെന്ന് സമ്മതിച്ചോ? സമ്മതിച്ചൊന്നുമില്ല, നീ വന്ന് സംസാരിച്ചു നോക്ക്. ആ, ആഹാ, സുന്ദരിയായിട്ടുണ്ടല്ലോ. താങ്ക് യു. പക്ഷേ ഞാൻ നീയല്ല. ആണല്ലേ? നിങ്ങളൊക്കെ റെഡി ആയതല്ലേ? നമുക്ക് എന്നാൽ പോയേക്കാം, അവര് വന്നോളും. ജിയ സോറി, കാറ് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? കാറിന്റെ കാര്യമാണെങ്കിൽ പറയണ്ട. ദേവിക്ക് വരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ, വേണ്ടാന്ന് വെച്ചിട്ടല്ലേ? അല്ല ജിയ, ഞാൻ എന്തിനാ മനഃപൂർവ്വം വരാതെ ഇരിക്കുന്നത്? എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതുപോലെ ഒന്നും ഞാൻ ആവർത്തിക്കില്ല. കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് പറഞ്ഞൊരു സോറിയും പറഞ്ഞ് എല്ലാം തീർന്നല്ലോ. സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും ഒക്കെ കിട്ടിയവരുടെ കൂടെ അവരുടെ സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു. അതിനിപ്പോ എന്താ? എനിക്ക് പകരം ജോൻ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോ ജുവാനിച്ചാനെ വിളിക്കാൻ പറ്റില്ലല്ലോ. എടി, അതിനിപ്പോ ഒരു പ്രാവശ്യമല്ലേ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അത് നിനക്കൊന്ന് ക്ഷമിച്ചൂടെ? എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ശരി, എന്നാ നീ എന്റെ കൂടെ ഇപ്പൊ പാർട്ടിക്ക് വാ. നിനക്ക് വേണ്ടിയാ പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നാലും ദേവിക്ക് എന്നെ സമാധാനിപ്പിക്കണമെന്നില്ലല്ലേ? എങ്ങനെയെങ്കിലും എന്നെ പാർട്ടിക്ക് കൊണ്ടുപോകണം, എല്ലാവരുടെ മുന്നിൽ നാണം കെടാതിരിക്കാൻ മാത്രം. ജിയ, ഇത്രയും നേരം ഞാൻ നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുമല്ലായിരുന്നോ? ജിയ, നീ ഇങ്ങ് നോക്കിക്കേ. ഇനി ഇങ്ങനെ ഒന്നും ഞാൻ ആവർത്തിക്കില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ നിന്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. വരാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ പോലും നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ വരും. ഈ ഒരു താളത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കുക. ഇല്ല, ഞാൻ ക്ഷമിക്കില്ല. ദേവി മനഃപൂർവ്വം തന്നെ വരാത്തതാ. നിർത്തടി, നീ കുറെ നേരം ആയല്ലോ. നിന്നോട് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു മനഃപൂർവ്വം അല്ല എന്ന്. പിന്നെയും പിന്നെ ഇനി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ. മര്യാദയ്ക്ക് എന്റെ കൂടെ വരാൻ നോക്ക്. പിന്നെ ഇനി ഇതിനെ കുറിച്ചൊരു സംസാരം ഉണ്ടാവില്ല. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഡ്രസ് ചേഞ്ച് ചെയ്യണം. ഞാൻ റെഡിയായി. അപ്പോൾ പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അനുസരിക്കാൻ അറിയാമല്ലേ? വാ. ജൂണേട്ടൻ പറഞ്ഞു എന്തോ സർപ്രൈസ് ഉണ്ടെന്ന്. എന്ത് സർപ്രൈസാ? അത് പറഞ്ഞില്ല. ഞാൻ കുറെ ചോദിച്ചു, സർപ്രൈസ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നിട്ട് ജോൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ചെറിയ ജുവാനും സർപ്രൈസിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നത് ഞാൻ കേട്ടില്ല. നീ ജുവാനോട് നൈസായിട്ട് ചെന്ന് ചോദിക്കേ. ജുവാൻ, ദേവിയും ജിയയും ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ വിളിച്ചായിരുന്നു, ഇപ്പൊ തന്നെ വരും. ജോൺ, അത് പിന്നെയില്ലേ, ജിയോട് ജൂണേട്ടൻ പറഞ്ഞല്ലോ എന്തൊരു സർപ്രൈസ് ഉണ്ടെന്ന്. അതെന്ത് സർപ്രൈസാ? സർപ്രൈസോ? ഓ, അതോ? അത് നമുക്ക് ബാധകമല്ല. നമ്മുടെ മാരേജ് കഴിഞ്ഞതല്ലേ. എന്താ അവരുടെ മാരേജിന്റെ കാര്യം അനൗൺസ് ചെയ്യാനാണോ? അതേന്ന് കൂട്ടിക്കോ. അപ്പൊ നമ്മുടെയോ? നിനക്ക് ഇനി എന്നെ കല്യാണം കഴിക്കണോ? അതിന് നമ്മുടെ കോൺട്രാക്ട് മാരേജ് അല്ലായിരുന്നു? എങ്ങനത്തെ മാരേജ് ആണെങ്കിലും നീ ഇപ്പൊ എന്റെ വൈഫല്ലേ. അതെ. അവരോട് പോയി പറയണ്ട ഇത് സർപ്രൈസ് ഒന്നും. പറയില്ല.
സർപ്രൈസ് എന്ന്? ഇല്ല, പറഞ്ഞില്ല. ഞാൻ എന്നാ ജിയോട് ചോദിക്കാം. ജിയോ പറഞ്ഞില്ലേ? ജൂണേട്ടനോട് തന്നെ ഞാൻ ചോദിക്കാം. അതിന്റെ ആവശ്യമൊന്നും വരില്ല. ഞാൻ ജിയെ കൂടെ പറയിപ്പിക്കും. ജിയോ, എക്സ്ക്യൂസ് മീ, 1 minute. ഇനി വന്നേ. എന്താടി? ജിയോ, എന്താണ്? ജിയോ പറഞ്ഞു ജൂണേട്ട സിയ പറയുന്നതെല്ലാം കേൾക്കുമെന്ന്. പക്ഷെ ജിയോ അങ്ങനെ അല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ജിയോയും ഞാൻ പറയുന്നതൊക്കെ കേൾക്കുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഒരു ബെറ്റ് വെച്ചു. എന്ത് ബെറ്റ്? ഇന്ന് പാർട്ടി ഒരു സർപ്രൈസ് ഇല്ലേ, അതാരാണ് ആദ്യം അവിടുത്തെ പാർട്ട്നേഴ്സിനെ കൊണ്ട് പറയിപ്പിക്കുന്നത് അവര് ബെറ്റിൽ ജയിക്കും. ഓഹോ, അതറിയാനായിരുന്നു വളരെ മുട്ടിപ്പിടിച്ചത്. അതുകൊണ്ട് പറയാവോ ജിയോ എന്താ സർപ്രൈസ് എന്ന്? അതുകൊണ്ട് പറയില്ലല്ലോ നീയ എന്താ സർപ്രൈസ് എന്ന്. ജിയോ പറ, പ്ലീസ് പ്ലീസ് പ്ലീസ്. നിന്റെ അടവൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ജിയോ പറ, ഇതറിയാതെ ആരുടെ അടുത്ത് ചെന്ന് ഞാൻ ചമ്മിപ്പോകും. പറ പ്ലീസ്. പറഞ്ഞ എനിക്ക് എന്ത് ബെനിഫിറ്റ്സ് ഉള്ളത്? ജിയോക്ക് എന്താ വേണ്ടത്? നീ ആദ്യം എന്നെ ജിയോ എന്ന് വിളിക്കുന്നത് നിർത്ത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇക്കായെന്ന് വിളിക്കും. ശരി, വിളിക്കാം. ഇപ്പോഴത്തേന് മാത്രമല്ല, ഇനി എന്നെ അങ്ങോട്ട് ഇക്കായെന്ന് വിളിച്ചാ മതി. ഇച്ചയും പറ എന്താ സർപ്രൈസ്? ഒരു കിസും കൂടെ തന്നാ പറയുമോ? ആദ്യം ഇനി പറയാമോ? നീ ആദ്യം എന്റെ മടിയിൽ നിന്ന് എണീറ്റേ. പറ. സർപ്രൈസ് എന്താന്ന് പറഞ്ഞാൽ അതിനെ പിന്നെ സർപ്രൈസ് എന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഇപ്പൊ അറിയണ്ട, സമയാകും പറഞ്ഞാൽ മതി. എടാ കള്ള ഇച്ചയ, ദുഷ്ട, എന്റെ കിസ്. എന്തായി, സർപ്രൈസ് എന്താന്നറിഞ്ഞോ? ഇല്ല അല്ലേ? സാരമില്ല, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ജൂണേട്ടാ, ജൂണേട്ടൻ എന്റെ കൂടെ ഇങ്ങ് വന്നേ. എങ്ങോട്ടാ സിയ? നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ജൂണേട്ടാ, എന്താ ഒരു ചൂടല്ലേ? ചൂടോ? AC ഓണാണല്ലോ. പക്ഷെ എനിക്ക് നന്നായി ചൂടെടുക്കുന്നു. ജൂണേട്ടാ, എന്താ സർപ്രൈസ്? എന്താണ്? ജൂണേട്ടൻ പറഞ്ഞില്ലേ എന്തോ സർപ്രൈസ് ഉണ്ടെന്ന്? അത് പറയില്ലെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്നോട് പറയുന്നേ, ഞാൻ ആരോടും പറയില്ല. ഞാൻ പറയില്ല, മുമ്പിൽ നിന്ന് മാറി നിൽക്കും. ജൂണേട്ടാ, சொல்லும் கல்லூரி நீதானடி ஆக்சிஜன் இல்லாமல் இமயமலையே സിയ കാണിക്കുന്നേ. I'm looking pretty sexy, right? പിന്നെ ആണോ? നീയാണ് നിന്റെ ഫോട്ടോയും കാണിക്കാതെ വരാൻ നോക്കിക്കേ. റൊമാൻറ്റിക് സെൻസ് ഇല്ലാത്ത ജൂണേട്ടൻ. നിങ്ങൾ വന്നോ? ഇതെന്നെ ജിയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നേ. ഞാൻ വഴക്ക് പറഞ്ഞു, അത്രേ ഉള്ളൂ. വാ, ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വി ഹംബ്ലി താങ്ക്സ് എവരിവൺ ഹു അക്സെപ്റ്റഡ് അവർ ഇൻവിറ്റേഷൻ. ഇപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് എപ്പോഴത്തെയും പോലെ തന്നെ മോഡൽ ഓഫ് ദി ഇയറിന്റെ വിന്നർ നമ്മുടെ കമ്പനിയിൽ നിന്ന് തന്നെയാണ്. മിസ് ജിയ. പിന്നെ ഒരു സർപ്രൈസ് കൂടിയുണ്ട്. ജിയ, ഐ എം റിയലി സോറി. Will you marry me? Yes. Hello, my wife. Will you be my wife forever? Hey. Will you marry me? Will you marry me?
ഹലോ. അങ്ങനെ നമ്മുടെ സിയോളവ് ഈ സിമ്പിൾ ലവ് സ്റ്റോറി അവസാനിക്കുകയാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഞങ്ങൾ വേറെ കഥയിൽ വേറെ രൂപത്തിലുണ്ടാക്കുന്ന വരുന്നതായിരിക്കും. അതുവരെ ബൈ. കൂടുതൽ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ച് വന്നത്, പക്ഷെ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല. ഓർമ്മ കിട്ടുന്നില്ല, അങ്ങോട്ട് മാറിയിരിക്കും. പിന്നെ ഈ വീഡിയോയുടെ അവസാനം എടുത്തത് ഞങ്ങൾ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടേ പോകാവൂ. പിന്നെ എപ്പിസോഡിൽ റൊമാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആർക്കും പരിഭവമൊന്നും ഇല്ലല്ലോ അല്ലേ? അവർക്ക് പരിഭവമൊന്നും ഇല്ലാന്നേ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് Okay guys, see you. Okay guys.